ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടു നിർത്തിയത്. 22-ാമത്തെ അധ്യായത്തിലാണ് ഗോപികമാർക്ക് ഭഗവാൻ വസ്ത്രം മോഷ്ടിക്കുന്ന ഒരു ഭാഗം. നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന, മിസ്കോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് എന്നർത്ഥം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത്? നമ്മൾ നേരത്തെ കണ്ടു, ഗോപികമാരെ പല ഭാവങ്ങളിൽ ഭഗവാൻ ഉയർത്തി കൊണ്ടുവരികയായിരുന്നു എന്നർത്ഥം. അപ്പോൾ അവരുടെ ദേഹാഭിമാനം ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഒരു രീതിക്ക് സ്ത്രീകൾക്ക് ദേഹാഭിമാനം കൂടുതലാണ് എന്നർത്ഥം. അതുകൊണ്ട് ആ ദേഹാഭിമാനത്തെ മാറ്റിക്കൊടുക്കുക ഭഗവാന്റെ ഒരു ലക്ഷ്യമായിരുന്നു എന്നർത്ഥം. അത് ഭാഗവതത്തിൽ സാമാന്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു തത്വമാണ്. എപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ, ഇത് ഭാഗവതത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, വളരെ നിശബ്ദമായിട്ടുള്ള ഒരു ത്രെഡ് നമുക്ക് കാണാൻ സാധിക്കും ഭാഗവതത്തിൽ. ഫ്രം ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ ടു ദി 335th ചാപ്റ്റർ ഈ ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എപ്പോൾ ഭഗവാൻ തൻ്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ പല തരത്തിലുള്ള ടെക്നിക്കുകൾ അവിടെ ഉപയോഗിക്കുന്നു. അത് ബലിയുടെ കഥയിലും പല കഥകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ഗോപികമാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ ദേഹാഭിമാനം, അപ്പോൾ തങ്ങൾ സ്ത്രീകളാണ് എന്നുള്ള ആ ഒരു അതാണെന്നുള്ളൊരു വസ്തുത ഇരിക്കട്ടെ. പക്ഷേ ആ വസ്തുത നമുക്ക് അത്യാവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രകടമാകാതിരിക്കണം. അതാണ് അതിൻ്റെ തത്വം സൂചിപ്പിക്കുന്നത്. അതിനാണ് അവരുടെ വസ്ത്രമോഷണം. അതിന് അവർക്ക് കൊടുക്കുന്ന ഒരു ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് സൂചിപ്പിക്കും. നിങ്ങൾ വിവസ്ത്രരായിട്ട്, അതായത് അതോറിറ്റി സൂചിപ്പിക്കുകയാണ്. ദശമസ്കന്ധത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അല്ലേ? വസ്ത്രമില്ലാതെ നിങ്ങൾ ജലക്രീഡ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നർത്ഥം. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. നേരത്തെ പറഞ്ഞ എക്കോളജിയുടെ ആ ഭാഗത്ത് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. വിവസ്ത്രരായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ലായിരുന്നു. കാരണം അതിന് പ്രത്യേകം കമൻട്രിയിലെ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ജലത്തിൽ അഗ്നിയും ദേവന്മാരുമൊക്കെ സന്നിധാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജലത്തിൽ മൂത്രം വീഴുകയോ മലവിസർജനമോ തുപ്പലോ ഇതൊന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ തീർത്ഥക്കുളത്തിലൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ ഇതുപോലെ ഒരു അടുത്തുനിന്ന് വെള്ളത്തിൽ കുളിച്ചിട്ട് വേണം അവിടെ പോയി ഇറങ്ങാനെന്നൊക്കെ സൂചിപ്പിക്കുന്നതിൻ്റെ അതാണ്. ഇത് സാധ്യതയുണ്ട്, വിവസ്ത്രരാകുമ്പോൾ അതിന് സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് വിവസ്ത്രരായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുപോലെയാണ് വൃക്ഷങ്ങളുടെ നമസ്കരിക്കുന്ന ഒരു ഭാഗം ഭഗവാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു. വൃക്ഷം ഓരോ സ്റ്റേജിലും അത് പരോപകാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിലകൊള്ളുക എന്നർത്ഥം. പുഷ്പമായിട്ടായാലും ഫലമായിട്ടായാലും തണൽ നൽകുന്ന ഇതായിട്ടായാലും അതുപോലെ പ്രത്യേകം എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു ശ്ലോകത്തിൽ. മറ്റ് പരോപകാരം ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവം ഇല്ലാതെ തന്നെ പരോപകാരം ചെയ്യുന്നു. നമ്മൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഞാൻ സത്കർമ്മം ചെയ്യുന്ന ആളാണ് എന്നുള്ള ഒരു അഭിമാനം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുകയാണെങ്കിൽ, പലപ്പോഴും ഫിഗറേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അഹങ്കാരത്തിൻ്റെ തൊപ്പിയിൽ തൂവലുകളുടെ എണ്ണം കൂടും എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഇവല്യൂഷനിൽ അത് തന്നെ അനുഗ്രഹിക്കില്ല. അപ്പം എത്ര ആ ഒരു ഇത് വരുന്നുവോ അതിനനുസരിച്ച് വിനയം ഉണ്ടാകും. അതുകൊണ്ടാണ് വൃക്ഷങ്ങളൊക്കെ കായ് കൂടിക്കഴിഞ്ഞാലെല്ലാം താഴോട്ട് വരുന്നു. അതുപോലെ നമ്മുടെ ശിരസ്സും അറിവും കഴിവും ഒക്കെ കൂടുന്നതിനനുസരിച്ച് വിനയം. ജ്ഞാനം തപച്ച വിനയാന്വിതമേവ മാന്യൻ. വേറെ സബ്ജക്റ്റിലേക്ക് പെട്ടെന്ന് മാറുകയാണ്. ഈ പോയിൻ്റ് പറയാനായിട്ട് ഭഗവാൻ സൂചിപ്പിക്കുന്നതാണ്. അംബരീഷിൻ്റെ കഥയിൽ ദുർവാസ മഹർഷിയോട് ഭഗവാൻ ഉപദേശിക്കുന്നതാണ്. ജ്ഞാനം തപച്ച വിനയാന്വിതമേവ. നാരായണീയത്തിലെ ലൈനാണ്. ജ്ഞാനവും തപസ്സും ഒക്കെ വിനയത്തോടുകൂടി ചേർന്നതാണെങ്കിലേ മാനിക്കത്തക്കതുള്ളൂ എന്ന് പറയുന്നത്. ഇവിടെ അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അത് വൃക്ഷങ്ങളിൽ നിന്ന് അല്ലേ. അപ്പം വൃക്ഷങ്ങളെ ആരാധിക്കുന്നതും പണ്ടൊക്കെ ഈ കാവുകൾ ധാരാളം ഉണ്ടായിരുന്നല്ലോ. അവിടെയൊക്കെ നമ്മൾ വൃക്ഷ ആരാധന തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നർത്ഥം.
കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ താളം തെറ്റാതെ നിലനിർത്തുന്നതിൽ ഇപ്പോൾ ഇത് ഗാഡ്ഗിൽ റിപ്പോർട്ടും അത് ഇതുമൊക്കെ ചേർത്ത് വെച്ച് വായിച്ചാൽ അല്ലേ, എന്നോ സ്റ്റഡി നടത്തിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നു ഇതിനെയൊക്കെ വേണ്ട പോലെ സംരക്ഷിക്കണം, പരിസ്ഥിതി ഒക്കെ എന്നോ ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നർത്ഥം. ആ 33-ാമത്തെ ശ്ലോകം 22-ാമത്തെ അധ്യായത്തിൽ 33, 34, 35 ഈ ശ്ലോകം കോട്ട് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് വിശദമായിട്ട് പഠിക്കേണ്ടവർക്കത് സൗകര്യത്തിന് വേണ്ടിയിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. വൃക്ഷങ്ങളെക്കുറിച്ച് ഗോപന്മാരോട് ഭഗവാൻ വിശദമായിട്ട് സംസാരിച്ചു കൊടുക്കുന്ന ഭാഗം. അതുകൊണ്ട് വിശേഷബുദ്ധിയുള്ള സകല ജീവന്മാർക്കുമുള്ള ഉപദേശമായിട്ടാണ് ഭഗവാൻ ഇത് അരുളി ചെയ്തിരിക്കുന്നത് എന്ന് ധരിക്കണമെന്ന് പ്രത്യേകം കമൻട്രിയിൽ സൂചിപ്പിക്കുന്നത്. അപ്പം നമ്മൾ കീപ്പ് യുവർ ഐസ് ആൻഡ് ഇയേഴ്സ് ഓപ്പൺ, എവറിത്തിങ് ഇൻ ദി നേച്ചർ വിൽ ബി എ ടീച്ചർ ഫോർ യു. യു ഗെറ്റ് സം ഓർ അതർ ലെസൺ ഫ്രം ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ്. എവിടെ നിന്നും നമുക്ക് പലതും പഠിക്കാൻ സാധിക്കും. അതാണ് നേരത്തെ സൂചിപ്പിച്ച 24 ഗുരുക്കന്മാരുടെ കഥയിൽ ഒക്കെ വരുന്ന അതാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ 2 ഭാഗങ്ങൾ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യം കൂടി ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് നമ്മൾ അടുത്ത രാസപഞ്ചാധ്യായയിലേക്ക് കടക്കുകയാണ്. 23-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഗോപന്മാരെ ഭക്ഷണം യാചിക്കാൻ വേണ്ടിയിട്ട് വിടുന്നു എന്നർത്ഥം. ഭക്ഷണം കഴിക്കാൻ ഒന്നും കൊണ്ടുപോകാതാണ് പോയത്. ഉച്ചയായപ്പോഴത്തേക്ക് ഗോപന്മാർ പറഞ്ഞു വിശപ്പ് വഴി എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് അവിടെ ആംഗിരസ് ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ബ്രാഹ്മണർ കുറച്ച് യാഗം നടത്തുന്നുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞാൽ ഭക്ഷണം തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാചിക്കണ്ട. അവിടെയൊക്കെ ഒരു സൈക്കോളജി നോക്കണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാചിക്കണ്ട, അതല്ലേ പ്രയാസം വരുന്നത് അല്ലേ? നിങ്ങൾ എന്ന് പറയും രാമകൃഷ്ണന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് വിശക്കുന്നു, അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം വേണം എന്ന് പറയാം. ഇവർ നേരെ അവിടെ ചെന്നപ്പം അവിടെ കുറേ ബ്രാഹ്മണർ ഒന്നിച്ച് കൂടിയിരുന്ന് അവരൊരു ബ്രേക്ക് അവൈൽ ചെയ്യുകയാണ്. ടീ ബ്രേക്ക് എന്ന് പറയുന്ന പോലെ മുറുക്കാൻ ബ്രേക്ക് അവൈൽ ചെയ്തിരിക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ചെന്നിട്ട് ആരാ ഏതാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ രാമകൃഷ്ണന്മാർ. പിന്നെ ഇവിടെ യാഗത്തിന് വെച്ചിരിക്കുന്ന ഭക്ഷണം നിങ്ങളെപ്പോലുള്ള കാട്ടുജാതികൾക്ക് തരാനാണ്, ഇവിടെ ഒന്നുമില്ല പൊയ്ക്കും. അവർക്ക് ക്ഷീണമായി. അവിടെ ഭഗവാൻ പറയുന്നൊരു ഉപദേശമുണ്ട്, യാചിക്കാൻ തയ്യാറാകുന്നവർ അപമാനത്തെ ഭയക്കരുത്. വലിയ പാഠങ്ങളാണ് ഇതൊക്കെ. ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇൻസിഡൻ്റൽ ആൻഡ് ആൻസിലറി ലെസൺസാണ്. ഭാഗവതത്തിൻ്റെ മുഖ്യ താല്പര്യമൊന്നുമല്ല, പക്ഷേ അതോടൊപ്പം ഇങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ഭാഗവതത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. പുരാണങ്ങൾ ഇൻ ജനറൽ, ഭാഗവതം ഇൻ പർട്ടിക്കുലർ നമുക്ക് ഒരുപാട് പാഠങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. പ്രത്യേകം അവിടെ സൂചിപ്പിക്കും, യാചിക്കാൻ പോകുന്നവർക്ക് അഭിമാനം പാടില്ല. എനിക്ക് അവമാനം നേരിട്ടു, അത് തയ്യാറായിക്കൊണ്ടേ യാചിക്കാൻ പോകുന്നർത്ഥം. ആ ഒരു ഭാഗം പ്രത്യേകം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ അല്ല, നിങ്ങൾ ആരോടെ ചെന്ന് ഭക്ഷണം ചോദിച്ചത്? അതവിടെ അവർ ഭക്ഷണം ചോദിക്കുന്നത് എപ്പോഴും അമ്മമാരോട് വേണ്ടേ ചോദിക്കാൻ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു തവണ ഇവിടെ പോയിക്കും, ഇനി മതി, കുഴപ്പമൊന്നും വരില്ല, തവണ ധൈര്യമായിട്ട് കിട്ടും. ഇപ്പുറത്തോടെ പോയിട്ട് അമ്മമാരോട് എന്ന് പറയണം, രാമകൃഷ്ണന്മാർക്ക് വിശക്കുന്നു, ഭക്ഷണം വേണം. അല്ല, ഒരു വലിയ സൈക്കോളജിയാണത് അല്ലേ. പണ്ട് തമാശന് പറയും, തമാശല്ല, നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, പായസമൊക്കെ വിളമ്പുമ്പോൾ ഇവിടെ പായസം വിളമ്പില്ല എന്ന് ഉറച്ച് വിളിച്ച് പറയും. അടുത്ത ഇലയിൽ അവിടെ വിളമ്പുമ്പോൾ കൈ ഇങ്ങോട്ട് കാണിക്കുന്നു. ഇത് ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പായസം തരുമെന്ന് പറയാനുള്ള നമുക്ക് അഭിമാനം തടസ്സം. ഇവിടെ വിളമ്പുമെന്ന് പറയും, അവിടെ വിളമ്പുമ്പോൾ കൈ ഇങ്ങോട്ട് കാണിച്ചാൽ. ഈ സൈക്കോളജി ഭഗവാൻ അവിടെ ഇവരോട് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി യാചിക്കണ്ട. പിന്നെ രാമകൃഷ്ണന്മാർ അമ്മമാരോട് എന്ന് പറയാത്ത താമസം അല്ലേ, ചാതുർവിധത്തിലുള്ള ഭോജ്യമായിട്ട് അവരിങ്ങ് ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഖാദ്യം വേദ്യം ഭൂഭീഷ്യം അല്ലേ, ചവച്ചിറക്കുന്നത്, വിഴുങ്ങുന്നത്, വെച്ച് കുടിക്കുന്നത്, ഇങ്ങനെ 4 തരത്തിൽ ഭക്ഷണത്തെ ആ ഭക്ഷണങ്ങൾ മുഴുവനുമായിട്ട് ഇങ്ങോട്ട് അവർ വന്നു. തടഞ്ഞു നിർത്താൻ നോക്കിയിട്ടൊന്നും അവർക്ക് സാധിച്ചില്ല എന്നാണ് ഭഗവാന്. തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് അപ്പം അവിടെ ഭഗവാൻ ഇവരെ ഉപദേശിക്കുന്ന ഭാഗം കാണാം. ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കേണ്ടതാണ്, സ്ത്രീധർമ്മം പ്രധാനമായിട്ട്. കാരണം അത് നമ്മുടെ ഇതിൽ പ്രത്യേകം സൂചിപ്പിക്കുന്നതാണ്. ഭാര്യമാർ ഒരു പ്രധാന കർത്തവ്യം
ഭർത്തൃ ശുശ്രൂഷ തന്നെയാണ്. അതൊരു അടിമത്വത്തിൻ്റെ ഭാവത്തിലല്ല സൂചിപ്പിക്കുന്നത്. പരസ്പര ബന്ധം എത്ര ഭംഗിയായിട്ടായിരിക്കണം കുടുംബ ബന്ധം. നമ്മുടെ ഇതിലെ കുടുംബ ബന്ധങ്ങൾ ഇപ്പോൾ കുറച്ച് ലൂസായിക്കൊണ്ടിരിക്കുന്നതിനും പണ്ട് കുറച്ച് ഇതായിരുന്നതിൻ്റെ ഒരു ഘടകം അതായിരുന്നു. ഈ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് വെച്ചാൽ പുരുഷൻ എന്ത് തോന്നിയാസം കാണിക്കാമെന്നൊന്നും അനുവദിച്ചിട്ടില്ലേ, പുരുഷൻ പതിതനല്ലാതിരിക്കണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇത് രണ്ടും സൂചിപ്പിക്കുന്നുണ്ട്, സന്ദർഭവശാൽ പറഞ്ഞെന്ന് മാത്രം. ഏതായാലും അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി, നിങ്ങളിനി ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളെ അവർ സ്വീകരിക്കും, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വിട്ടു. ചെന്നപ്പോഴത്തേക്ക് അവർ തയ്യാറായി. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല ജ്ഞാനം അഥവാ ആത്മബോധം. കാരണം വിവേകചൂടാമണി എന്ന പ്രകരണ ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ ഉറപ്പായിട്ട് പറയുന്നുണ്ട്, ചിത്തസ്യ ശുദ്ധയെ കർമ്മ ന വസ്തുപലബ്ധയെ. പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തിനാണ് കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നത്? ചിത്തസ്യ ശുദ്ധയെ ന വസ്തുപലബ്ധയെ. പരമമായ വസ്തുപ്രാപ്തിക്ക്, പരമമായ ജ്ഞാനപ്രാപ്തിക്ക്, മോക്ഷത്തിന്, ഫലസിദ്ധിക്ക്, ജന്മസാഫല്യത്തിനല്ല കർമ്മങ്ങൾ. പിന്നെ എന്തുകൊണ്ട്? അവിടെ രാമായണം കൂടെ കോട്ട് ചെയ്യാം. കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ച് ചെയ്യണം. കർമ്മങ്ങളൊക്കെ ഈശ്വരാരാധനമായിട്ട് യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധനം. ഈ ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ വേദവിഹിത കർമ്മങ്ങളെല്ലാം കർമ്മം, അകർമ്മം, വികർമ്മം എന്ന് 3 ഭാഗം സൂചിപ്പിക്കുന്നത്. അത് കർമ്മം എന്ന് പറഞ്ഞാൽ വേദപ്രോക്തമായത്, പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസാണ് അവിടെ കർമ്മം എന്ന് സൂചിപ്പിക്കുക. അത് ചെയ്യുന്നത് കർമ്മം, ചെയ്യാതിരിക്കുന്നത് അകർമ്മം, വിരുദ്ധമായത് ചെയ്യുന്നത് വികർമ്മം. അതാണ് കർമാകർമ്മ വികർമ്മം എന്ന് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഭഗവത്ഗീത വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഭാഗമാണത്. അപ്പോൾ കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല അറിവ്. എന്തുകൊണ്ട്? ഇത് രണ്ടും വിരുദ്ധമാണ്. കർമ്മങ്ങൾ ആഗ്രഹപ്രേരിതങ്ങളാവും. ആഗ്രഹം അപൂർണതയുടെ സൂചനയാണ്. അപൂർണത അജ്ഞാനത്തിൻ്റെ. അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് അപൂർണതാബോധം, അപൂർണതാബോധത്തിൽ നിന്ന് ആഗ്രഹം, ആഗ്രഹത്തിൽ നിന്ന് കർമ്മങ്ങൾ, കർമ്മത്തിൽ നിന്ന് കർമ്മഫലം, വീണ്ടും അനുഭവം, പുനരഭിജനനം, പുനരഭിമരണം. അതുകൊണ്ട് കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതല്ല. പിന്നെ എന്തിനാണ് കർമ്മം വിധിച്ചിരിക്കുന്നത്? ചിത്തസ്യ ശുദ്ധയെ. അപ്പോൾ ഭഗവാൻ എല്ലാം വിധിച്ച വണ്ണം ഭഗവാനെ സമർപ്പിച്ച് അങ്ങോട്ട് ചെയ്തോളൂ. അങ്ങനെ വരുമ്പോൾ കർമ്മവാസനകൾ നമ്മിൽ നിന്ന് വിട്ടു വരും. ആ ഒരു പാഠം ഇവിടെ ഇതിൽ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ കർമ്മങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടില്ല, പക്ഷെ കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സ്പഷ്ടമായിട്ട് നമ്മെ ശാസ്ത്രം ഓർമ്മിപ്പിക്കുന്നു. പുരാണങ്ങളിലും പ്രകരണ ഗ്രന്ഥങ്ങളിലും ഒക്കെ നമുക്കിത് കാണാം. എന്തിനു വേണ്ടിയിട്ട്? ചിത്തസ്യ ശുദ്ധയെ. എത്രയോ വളരെ പ്രസിദ്ധമായ പല ശ്ലോകങ്ങൾ നമുക്ക് കാണാമെന്നർത്ഥം. ഈ സമർപ്പണത്തിൻ്റെ പാഠം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അത് പത്നികളിൽ കൂടി അവർക്ക് സാധിച്ചു. ഇത് തന്നെ കാളിയൻ്റെ കഥയിലും സൂചിപ്പിക്കുന്നു. കാളിയൻ ആദ്യമൊന്നും നമ്മൾ ഭാഷ പറഞ്ഞാൽ വഴങ്ങുന്നില്ല എന്നർത്ഥം. ആവശ്യത്തിന് റെസിസ്റ്റ് ചെയ്ത് ഭഗവാനെ ഇട്ടു ഒക്കെ ചെയ്തു. അവസാനം നാഗപത്നിമാർ ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഇയാൾക്കിത് ഇത്തിരി കൂടുതലായിരുന്നു, ഇയാൾ അർഹിക്കുന്നത് തന്നെയാണ്, പക്ഷെ കൊല്ലരുതേ, ഞങ്ങളെ വിധവകളാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സ്വാധീനത്തിൽ കാളിയൻ തന്നെ നേരിട്ട് ഭഗവാനോട് പറയുന്നു, നിഗ്രഹം അനുഗ്രഹം വാ സമർപ്പണം. ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേകതരം സദ്വികാരങ്ങളെ, വിചാരങ്ങളെയാണ്. ഭാര്യമാരെന്ന് സൂചിപ്പിച്ച വരുമ്പോൾ അതിൻ്റെ സ്വാധീനത്തിൽ ഒരാളിലുണ്ടാകുന്ന ഇവല്യൂഷനെയാണ് ഇപ്പം ഇവിടെ പദ്യമാരിൽ കൂടി സൂചിപ്പിച്ചു. കാളിയൻ്റെ കഥയിലും ഇത് നമുക്ക് കാണാമെന്നർത്ഥം. കാരണം നാഗപൃഷ്ടം നജ പാരമേഷ്ട്യം എന്ന് പറഞ്ഞിട്ട് മൂന്നിടത്തായിട്ട് ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന് വൃത്രൻ്റെ സ്തുതിയിൽ, ഒന്ന് ഈ കാളിയൻ നാഗപത്നിമാരുടെ സ്തുതിയിൽ, പിന്നൊന്ന് ഏകാദശ സ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായം.
ശരിയായ ഭക്തൻ്റെ ലക്ഷണം എന്താണ്? നനാഗപൃഷ്ടം നച പാരമേഷ്ഠ്യം ന യോഗസിദ്ധി. ശരിയായ ഭക്തന് ഇന്ദ്രപദവി ആഗ്രഹിക്കുന്നില്ല, ബ്രഹ്മദേവൻ്റെ പദവി ആഗ്രഹിക്കുന്നില്ല, ഒന്നും വേണ്ട, യോഗസിദ്ധിയെ പോലും ആഗ്രഹിക്കുന്നില്ല. പിന്നെന്താ? ഭഗവാനെ മാത്രം മതി. ഇതാണ് ശരിയായ കറകളഞ്ഞ ഭക്തിയുടെ ലക്ഷണം. അപ്പം ഇതിലേക്ക് ഉയരാൻ നമ്മുടെ ഉള്ളിൽ കുറച്ച് സത്വഗുണമെങ്കിലും ഉണ്ടെങ്കിൽ ആ സാത്വിക വിചാരങ്ങളെയാണ് ഇവിടെ പത്നിമാരായിട്ട് സൂചിപ്പിച്ച് അതിൻ്റെ സ്വാധീനത്തിൽ നമുക്കെങ്ങനെ ഉയരാൻ സാധിക്കും എന്ന കഥയും കൂടി ആ 21-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ചു. പിന്നെ 24, 25 അധ്യായങ്ങളൊക്കെ ഗോവർദ്ധനത്തിൻ്റെ കഥയാണ്. അത് കഴിഞ്ഞിട്ട് 27-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ഗോവിന്ദാഭിഷേകം സൂചിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 28-ാമത്തെ അധ്യായത്തിൽ വേറെ കുറച്ച് തത്വങ്ങളെ സൂചിപ്പിക്കുന്നു. ഭഗവാൻ വരുണനെ അനുഗ്രഹിക്കാൻ പോകുന്നു. ഇവിടെ പ്രത്യേക ശ്രദ്ധേയമായ സംഗതി, ഗോപികമാരുമായിട്ട് പ്രത്യക്ഷമായിട്ട് ബന്ധം ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ബ്രഹ്മദേവനെ ഭഗവാൻ തൻ്റെ ചൊൽപ്പടിയിലാക്കുന്നു, ബ്രഹ്മമോഹനം വത്സസ്തയം ലീലയിൽ കൂടി. അഗ്നി ദാവാഗ്നിപാന ലീലയിൽ കൂടി ഭഗവാൻ അഗ്നിയെയും കീഴടക്കുന്നു. പിന്നെ ഇന്ദ്രൻ്റെ ആ ദേഹാഭിമാനത്തെ ഇന്ദ്രദർപ്പ അപഹരണമെന്നാണ്, ഇന്ദ്രദർപ്പ ശമനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ. അത് ഇന്ദ്രായ മന്യം ജനയൻ എന്ന് ഭാഗവതത്തിൽ സ്പഷ്ടം. ഇന്ദ്രന് കോപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം, നേരത്തെ പറഞ്ഞ ഇൻസിഡൻ്റലല്ല, കോൺഷ്യസ് അറ്റംപ്റ്റ് ആയിരുന്നു എന്നർത്ഥം. എന്തുകൊണ്ട്? ഇന്ദ്രന് കോപമുണ്ടാക്കി ശമിപ്പിച്ച് ഭഗവാന്റെ മഹിമ ബോധ്യപ്പെടുത്തും. നേരത്തെ പറഞ്ഞില്ലേ, ഓരോ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ഓരോ തരം ടെക്നിക്ക് അഥവാ ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. ഇന്ദ്രായ മന്യൻ. അപ്പോൾ ഇന്ദ്രനെ കീഴടക്കി, വരുണനെ കീഴടക്കുന്നു. ഇത് കീഴടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, തൻ്റെ സ്വാധീനത്തിലാക്കുന്നു. അപ്പോൾ ഈ എല്ലാ പ്രാപഞ്ചിക ശക്തികളെയും തൻ്റെ സ്വാധീനത്തിലാക്കുന്നതിൻ്റെ കഥകളാണ് ഈ ഭാഗത്തൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 28-ൽ സൂചിപ്പിക്കുന്നത് വരുണനെയും ഭഗവാൻ സ്വാധീനത്തിലാക്കുന്ന കഥയാണ്. അവിടെയാണ് അതിനുള്ള ഒരു ഡ്രമറ്റൈസേഷൻ അവിടെ കാണാമെന്നർത്ഥം. സമയമാകുന്നതിന് മുമ്പ് തന്നെ നന്ദഗോപുരം കുളിക്കാൻ പോകുന്നു, വെള്ളത്തിൽ ചെന്ന് ഇറങ്ങുന്നു. അപ്പോൾ അസമയം 3 മണിക്ക് ബ്രാഹ്മമുഹൂർത്തമായിട്ട് ജലത്തിൽ നമുക്ക് അവകാശമുള്ളതാണ്. അതുവരെ ആസുരീഭാവമാണ് നദികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അസുരന്മാർ വന്ന് നന്ദഗോപുരെ പിടിച്ചുകൊണ്ട് പോയി ഭഗവാൻ വരുണനെ പോയി. അപ്പോൾ വരുണനെയും തൻ്റെ ഇതിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഭാവം സൂചി. ഇത്രയും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഭഗവാൻ രാസലീലയ്ക്കുള്ള അർഹത നേടുന്നു എന്നാണ് ആചാര്യന്മാർ പലരും ഭാഗവതത്തിൽ സ്പഷ്ടമായിട്ട് അങ്ങനെ പറയില്ല. ഇതൊക്കെ നമ്മുടെ പൂർവ്വരായ പൂർവ്വസൂരികളായ ആചാര്യന്മാർ നമ്മെ ബോധിപ്പിക്കുക. അപ്പോൾ ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ സാധിച്ച ആ ഭാവത്തിലെത്തിയ ഒരാളിന് മാത്രമേ ഗോപികമാരുമായിട്ടുള്ള രാസലീല, നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഭാഗമാണ്. പക്ഷേ സനാതനധർമ്മത്തിൻ്റെ ജ്ഞാനഭണ്ഡാരമായ ഉപനിഷത്തിൻ്റെ പരമമായ സന്ദേശമാണ് ജീവബ്രഹ്മൈക്യം. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. എവിടെ നോക്കിയാലും അല്ലേ, മഹാവാക്യങ്ങൾ മുഴുവൻ സൂചിപ്പിക്കുന്നത് ഈ ജീവബ്രഹ്മൈക്യമാണ്. ത്വം തത് അസി, പ്രജ്ഞാനം ബ്രഹ്മ, ആത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ജീവബ്രഹ്മ ഐക്യത്തെയാണ്. പ്രഥമ ദൃഷ്ടിയ രണ്ടായിട്ട് തോന്നുമെങ്കിലും ആത്യന്തികമായ ദൃഷ്ടിയിൽ രണ്ടും ഒന്ന് തന്നെ. ഇതാണ് സത്യം. അപ്പോൾ ജീവഭാവത്തിലിരിക്കുമ്പോൾ ആ ജീവഭാവം താൽ ഭരിക്കപ്പെടുന്ന ജീവനെയാണ് അവിടെ ഗോപികമാരായിട്ട് ഇനി പല കഥകളിൽ ഇത് വരും. അപ്പോൾ ആ ഗോപികമാരെ ഭഗവാൻ ബോധിപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ശരിയായ സ്വരൂപത്തിൽ നിങ്ങൾ ആത്മഭാവമാണ്. ഇതിന് ഏകാശത്തിലോട്ടൊക്കെ വരുമ്പോൾ ധാരാളം കാണും. ഭിക്ഷുഗീതയിലും അതിലൊക്കെ കാണുന്നതൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരമായ തത്വം നമ്മെ ബോധിപ്പിക്കുന്നതാണ്. ഇൻ അവർ റിയൽ നേച്ചർ, ഇൻ അവർ ഹയർ നേച്ചർ നമുക്ക് ഇതാണ്. ഇത് തൽക്കാലത്തെ നമ്മുടെ ഒരു ഭാവമാണ്. അത് തൽക്കാലം കാണുന്ന ഒന്നിൽ വെച്ച് മനസ്സുടക്കി ഇതായിട്ട് പോകരുത്. അതാണ് സാധാരണ ജീവൻ്റെ അവസ്ഥ. അവിടെ നിന്ന് ആ ജീവനെ
ഉയർത്താൻ കഴിയണം. അതാണ് പിന്നെ 29-ാമത്തെ അധ്യായം മുതൽ ആരംഭിക്കുന്ന രാസലീലയുടെ പരമമായ രഹസ്യം. അതുകൊണ്ടാണ് പലപ്പോഴും സൂചിപ്പിക്കുന്നത് വളരെ നിഗൂഢമായ കഥയാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരോട് മാത്രമേ പറയാവൂ. ഈ പണ്ഡിറ്റ് പിൻ്റെ കമൻട്രിയിൽ എത്രയോ പേജ് അതിൻ്റെ ആമുഖമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നു. 10-20 പേജിൽ കൂടുതൽ ഇതിനുള്ള ആമുഖമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നർത്ഥം. അതിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്ന കഥ ഇതാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ ഏതായാലും ഭഗവാൻ ഇവരോട് വാക്ക് കൊടുത്തു. നിങ്ങൾ ദേവിയെ പ്രാർത്ഥിച്ചത് എന്തിനാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നോട് നേരിട്ട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. എന്ത്? നന്ദഗോപസുതം ദേവി പതിമേ കുരു. അല്ലേ, അവിടെ പതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ ഭാഷ പറഞ്ഞാൽ കെട്ടിയവനെന്നല്ല പതി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം. പിന്നെ ഭരിക്കുന്നവൻ, പാലിക്കുന്നവൻ, മെയിൻറ്റെയിൻ ചെയ്യുന്നവൻ, നറിഷ് ചെയ്യുന്നവൻ, സപ്പോർട്ട് ചെയ്യുന്നവൻ, എപ്പോഴും കൂടെ ഉള്ളവൻ. ശ്രദ്ധിക്കണേ, ബാക്കി ബന്ധങ്ങളൊക്കെ, അതാണ് ഗാർഹസ്ഥ്യത്തിൻ്റെ പരമമായ, ബാക്കി ബന്ധങ്ങളെല്ലാം അഴിഞ്ഞഴിഞ്ഞ് പോയാലും അവസാനം വരെ കൂടുള്ള ബന്ധം ഭാര്യാഭർത്തൃബന്ധം. ഇതാണ് നമ്മുടെ ഫാമിലി കൾച്ചറിൻ്റെ നിഗൂഢമായ രഹസ്യം. അതാണ് എന്നർത്ഥം. അത് ഭഗവാൻ ഇവിടെ ബോധിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പതിമേ ഗുരു എന്ന് പറയുമ്പോൾ ഇപ്പോഴെന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അജ്ഞാനജന്യമായ അഹങ്കാരം ഇല്ലാതായിട്ട് ആ അഹങ്കാരമെന്ന ചിന്ത, ഞാൻ പൂജ്യ ഗുരുദേവ് ചോദിക്കും, വാട്ട് ഈസ് ദ ഫസ്റ്റ് തോട്ട് കമ്മിങ് ടു യുവർ മൈൻഡ് വെൻ യു ഗെറ്റ് അപ്പ്, വെൻ യു വേക്ക് അപ്പ്? ഫസ്റ്റ് തോട്ട് ഈസ് ഐ തോട്ട്. ഉണർന്നു കഴിഞ്ഞിട്ടാണ് ഓൾ അതർ തോട്ട്സ് ഫോളോ. അല്ല, ഞാൻ ഗുരുവായൂരപ്പാന്ന് വിളിച്ചുകൊണ്ടാണ് ഉണരുന്നത്. ആരാ വിളിച്ചത്? ഞാൻ. അപ്പോൾ ആരാ ആദ്യം ഉണർന്നത്? ഞാൻ. അപ്പോൾ ഏതൊരു ബോധത്തിൻ്റെ സാന്നിധ്യത്തിലാണോ ഈ ഞാൻ ഉണർന്നത്, ആ ബോധമാണ് എൻ്റെ സ്വരൂപം എന്ന് ഉറപ്പിക്കാൻ കഴിയണം. ഹരിനാമകീർത്തനം പഠിച്ചവർക്ക് നല്ലൊരു ശ്ലോകം, ഭാഗവതവും ഭഗവത്ഗീത മുഴുവനും കൂടെ ആ ശ്ലോകത്തിലുണ്ട്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ്, കണ്ണിന് കണ്ണു മനമാകുന്ന കണ്ണ്, അതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്ത്. ഒരു സ്റ്റേജ് നോക്കൂ. അപ്പോൾ അതാണ് എൻ്റെ സ്വരൂപം എന്ന് ഉറയ്ക്കുന്നതോടുകൂടിയാണ് ശരിയായ ആനന്ദം ഉണ്ടാകുക. സുഖം ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സുഖത്തിൻ്റെ പിന്നാലെ അസുഖമോ ദുഃഖമോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ആനന്ദത്തിൻ്റെ ഭാവത്തിലെത്തിയാൽ അതിന് വിപരീതവധം ഇല്ല. തമാശന് പറയാം, അനാനന്ദം എന്നൊരു വാക്ക് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്ന്. അതാണ് പരമാനന്ദ ഭാവം. അത് ഗോപികമാരെ ബോധ്യപ്പെടുത്തുകയാണ്. നേരത്തെ പലതവണ കണ്ടതാണ്. ഓരോ അവസരങ്ങളിലായിട്ട് ഭഗവാൻ അവരെ ഓരോ ഇതിലായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഭഗവാൻ അവർക്ക് വാക്ക് കൊടുത്തു അനുസരിച്ച് ഭഗവാന്റെ വേണുഗാനം കേട്ടു. അവർ ഓരോ ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നവർ, ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നമ്മുടെ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആസീസ് വേറീസ് കണ്ടീഷനിൽ അവിടുന്ന് ഇറങ്ങി ഓടി എന്നാണ്. കാരണം ഭഗവാന്റെ ആ ഒരു ശബ്ദം കേട്ടതോടുകൂടി തങ്ങൾ സ്ത്രീകളാണെന്നും തങ്ങൾ അതാണെന്നും ഇതാണെന്നും ഒക്കെയുള്ള ഏതൊന്നൊക്കെയാണോ നമ്മെ പാരമാർത്ഥിക സത്തയിലേക്ക് എത്താൻ തടസ്സമായിട്ട് നിൽക്കുന്നത് അതൊന്നൊന്നായിട്ട് അവരിൽ നിന്ന് വിട്ടു. ദേഹാഭിമാനം വിടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർ വസ്ത്രം ധരിച്ചതുപോലും മാറിപ്പോയി എന്നാണ് പറയുന്നത്. വള എടുത്ത് കാതിലിട്ടു, കാതിലിടുന്ന എടുത്ത് ഇങ്ങനെയൊക്കെ മാറിപ്പോയി എന്നാണ് പറയുക. ആ ഒരു സംഭ്രമത്തിലേക്ക് വന്നതോടുകൂടി ആ ഭാവമൊക്കെ സൂചിപ്പിച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടെ ഭഗവാന്റെ അടുത്തെത്തി. അവിടെ ആ സ്ത്രീകൾക്കുണ്ടായ ആ മാറ്റം അതെല്ലാം പ്രത്യേകം വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവർ ഓടി അവിടെ എത്തി.
ഭഗവാന്റെ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ അവരെ സ്വീകരിച്ചിട്ട് ചോദിച്ചു, എന്താണാവോ എല്ലാവരും കൂടെ വന്നത് ഒന്നും അറിയാത്ത മട്ടിൽ. നമ്മൾ സ്വാഗതം എന്ന് പറയുന്ന സ്വാഗതം എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ച സ്വാഗതത്തിൽ തന്നെയാണ്. സ്വാഗതം വോ മഹാഭാഗാഃ പ്രിയം കിം കരവാണിവഃ വ്രജസ്യാനാമയം കച്ചിത് ബ്രൂത ആഗമനകാരണം. നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം, വാട്ട് ബ്രോട്ട് യു ഹിയർ, ടെൽ മീ, എന്തിനാണ് നിങ്ങൾ വന്നത്? പിന്നെ അവരെ ഡിസ്കറേജ് ചെയ്യുന്ന ടോണിലുള്ള കുറച്ച് വാക്കുകളാണ് ഭഗവാൻ പറയുന്നത്. ഘോരമായ രാത്രിയാണ്, ഈ രാത്രിയിൽ നിങ്ങൾ തന്നെ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. പിന്നെ നിങ്ങൾ ഇങ്ങനെ വന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഉടനെ തിരിച്ചു പോകും. അവിടെ ഭഗവാൻ ധർമ്മത്തെ ബോധിപ്പിക്കുന്നു. ഭാര്യധർമ്മം 24-ാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകം പറയും, ഭർതൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായ. സ്ത്രീകൾക്ക് പരമമായ ധർമ്മം ഇത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ ബന്ധത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ദുശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ രോഗ്യധനോ വിവാ പതിസ്ത്രീഭിർനഹാതവ്യോ ലോകേപ്സുഭി അപാതകീ. പുരുഷൻ്റെ ഭാഗത്ത് താൻ പാതകിയല്ല എന്ന് ഉറപ്പിക്കാനുള്ള ബാധ്യതയുണ്ടെന്ന്. നേരത്തെ പറഞ്ഞ പോലെ എന്ത് തോന്നിയാസം പുരുഷന് കാണിക്കാം, സ്ത്രീ അല്ലാന്നർത്ഥം. വളരെ എക്സ്പ്ലിസിറ്റായിട്ട് നമ്മുടെ ഇതിൽ സൂചിപ്പിച്ചു എന്നാണ്. അപ്പോൾ അത് സൂചിപ്പിച്ചു. അതുകൊണ്ടെന്ത് വേണം? ശ്രവണാത് ദർശനാത് ധ്യാനാത് മൈഭാവോനുകീർത്തനാത് നഥതാ സന്നികർഷേണ പ്രതിയാത തതോ ഗൃഹാൻ. അതുകൊണ്ട് എന്നിൽ നിങ്ങൾക്ക് ഭക്തി ഉറച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ടുള്ള ഭക്തിയല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അകന്നിരിക്കുമ്പോൾ ഭക്തിക്ക് ദാർഢ്യം ഉണ്ടാവണം. എന്തുകൊണ്ട്? കോൺസ്റ്റൻറ്റ് അൺഇൻറ്ററപ്റ്റഡ് റിമംബറൻസ് ഓഫ് ദ ലോഡ്. അതാണ് ഭക്തിയുടെ. അടുത്തിരിക്കുകയാണോ അകന്നിരിക്കുകയാണോ എന്നുള്ള ഇതൊന്നുമല്ല. ആ അൺഇൻറ്ററപ്റ്റഡ് റിമംബറൻസ് ഉണ്ടോ, അതാണ് ഭക്തിയുടെ സൂര്യം. അതാണ് ഭഗവാൻ നേരത്തെ നമ്മൾ പറഞ്ഞാണ്, ഏനകേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയത്. ഏനകേന അഭി ഉപായം. ഏത് ഉപായത്തിലായാലും ശരി, നമ്മൾ വെറുതെ പറയാം അള്ളാന്ന് വിളിച്ചിട്ടായാലോ കർത്താവെന്ന് ഏത് പേരിൽ വിളിച്ചു കഴിഞ്ഞാലും ആ ഒന്നിലേക്കാണല്ലോ. അതുകൊണ്ടാണ് ആദ്യം ഉറപ്പിക്കേണ്ടത് ഒന്നേ ഉള്ളൂ എന്ന് ബുദ്ധിതത്വം. അതാണ് ശ്രീമദ് ഭാഗവതം തുടക്കത്തിലൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ഒന്നേ ഉള്ളൂ നന്നായിട്ട് ഉറപ്പിക്കുക. ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം രൂപഭാവങ്ങളിൽ വന്നാലും ആ ഒന്ന് തന്നെയാണ് പലതായിട്ട് പ്രകടമാകുന്നത്. മാനിഫെസ്റ്റേഷൻ അലോൺ മാർക്സ് ദി ഡിഫറൻസ്. അടിസ്ഥാനപരമായിട്ട് അല്ല. അത് ഭഗവാൻ നന്നായിട്ട് അവരെ ബോധിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകൂ. അത് കേട്ടതോടുകൂടി ഗോപികമാർക്ക് പ്രയാസമായി. അവരതിന് തിരിച്ചുള്ള ആർഗ്യുമെൻറ്റ്സ് പറയുകയാണ്. പിന്നീടുള്ള ശ്ലോകങ്ങളിൽ സൂചിപ്പിക്കുന്ന അതാണ് എന്നർത്ഥം. ഭഗവാൻ ഞങ്ങളോട് ഇങ്ങനെ കഠിനമായിട്ട് പറയരുത്. കാരണം ഞങ്ങളെല്ലാം വിട്ടാണ് ഭഗവാനെ, അല്ലേ, സർവധർമാൻ പരിത്യജ്യ എന്ന് ഭഗവാൻ ഉപദേശിച്ചത്. ഈ പരിത്യജ്യ എന്നുള്ള വാക്ക് തന്നെയാണ് ഉദ്ധവരോട് പറഞ്ഞപ്പോഴും ഉപദേശിച്ചത്. ഒരേ ഒരു വ്യത്യാസമുള്ളത്, അർജുനനോട് ഏറ്റവും ഒടുവിലാണ് പറഞ്ഞത്, ഉദ്ധവരോട് ആദ്യമേ പറഞ്ഞു. അത് അധികാരഭേദമാണ്. ഉദ്ധവരും അർജുനനും തമ്മിലുള്ള അവരുടെ നേരത്തെ പറഞ്ഞ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അത് പ്രാവർത്തികമാക്കിയവരാണ് ഗോപികമാർ. അവരെന്ത് പറഞ്ഞു? ഞങ്ങളെല്ലാം പരിത്യജിച്ചിട്ട് വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഭർതൃശുശ്രൂഷണം ഒക്കെ ശരിയാണ്. പക്ഷേ ഭഗവാനാകുന്ന ചൈതന്യം ആ ശരീരങ്ങളിൽ ഉള്ളത് കൊണ്ടല്ലേ ഭർത്താവാകുന്നത്, ഭാര്യയാകുന്നത്, ഭാര്യയ്ക്ക് ഭർത്താവ് പ്രിയപ്പെട്ടവനാകുന്നത്.
ഇതൊക്കെ ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലല്ലേ. അപ്പോൾ അതാണ് ഇവിടെ സൂചന എന്നർത്ഥം. അപ്പോൾ ഭർത്താവ് ഭർത്താവാകുന്നതും ഭാര്യ ഭാര്യയാകുന്നതും ഒക്കെ ഈ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. ആ ചൈതന്യം തന്നെയായ ഭഗവാനെ സ്വീകരിക്കാൻ തയ്യാറായി വന്ന ഞങ്ങളോട് പോകുമെന്ന് പറയരുതേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് അവർ പ്രാർത്ഥിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ശ്ലോകങ്ങൾ മുഴുവൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവരുടെ സൂചനകൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്. പിന്നെ ഭഗവാൻ ഞങ്ങളുടെ മനസ്സും ബുദ്ധിയും അപഹരിച്ചു കഴിഞ്ഞു. അപഹരിക്കുക എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സമ്മതം ഇല്ലാതെ പിടിച്ചെടുക്കുന്നതിനെയാണല്ലോ അപഹരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശരിക്കും ഹരേ 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 എന്ന് പറയുമ്പോൾ ഹരിക്കൂ 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 എടുക്കൂ എടുക്കൂ എന്നാണ് പറയുന്നത്. കാരണം അവസാന നിമിഷത്തിലും ഈ ദേഹാഭിമാനം ചെറിയ തടസ്സമായിട്ട് നിൽക്കും. ഉച്ചലിൻ്റെ ഉദാഹരണം നമ്മൾ കണ്ടില്ലേ. അതുകൊണ്ട് ഭഗവാൻ ഞങ്ങളുടെ മനസ്സും ബുദ്ധിയും അപഹരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾ പോയി ആരെ സേവിക്കും? അതുകൊണ്ട് ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം, അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. സിഞ്ചാങ്കനസ്തദരാമൃതപൂരകേണ ഹാസാവലോകകളഗീതജഗൃച്ഛയാഗ്നിം നോചേദ്വയം വിരഹജാഗ്നിപയുക്തദേഹ ധ്യാനേന യാമപദയോ പദവീം സഖേദേ. അല്ല, ഭഗവാൻ ഞങ്ങളെ സ്വീകരിക്കില്ല എന്നൊരവസ്ഥ വന്നാലോ വിരഹതാപമാകുന്ന അഗ്നിയിൽ ഞങ്ങളുടെ ദേഹം ഇല്ലാതെയാകട്ടെ. പിന്നെ ഞങ്ങൾ സൂക്ഷ്മ ശരീരം കൊണ്ട്, അത് സ്പഷ്ടമായിട്ടിവിടെ പറഞ്ഞില്ല എങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാം, സൂക്ഷ്മ ശരീരം കൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഞങ്ങൾ പരമമായ പദത്തിൽ ശ്രദ്ധിക്കണം. സ്ഥൂല ശരീരവും സ്ഥൂല ശരീരാഭിമാനി, അതാണ് വിശ്വൻ വൈശ്വാനൻ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ്. സ്ഥൂല ശരീരത്തോട് സ്ഥൂല ശരീരാഭിമാനിയായ ജീവനെയാണ് വിശ്വൻ വൈശ്വാനൻ എന്നൊക്കെ സൂചിപ്പിക്കുക. ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ അഹം വൈശ്വാനരോ ഭൂക്ത്വാ പ്രാണിനാം ദേഹമാസിത, അവിടെ ഇതാ സൂചിപ്പിക്കുന്നത്. സ്ഥൂല ശരീരാഭിമാനിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ഥൂല ശരീരം വിട്ടുകഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൽ നല്ല സംസ്കാരം ഉണ്ടാക്കി ഇവിടെ പറയാതെ പറയുന്ന സന്ദേശമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ് കിട്ടുന്ന പാഠമാണത്. സൂക്ഷ്മ ശരീരത്തിൽ ഈ നല്ല സംസ്കാരം നമുക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സ്ഥൂല ശരീരം വിട്ടുപോയി കഴിഞ്ഞാലും ഈ സൂക്ഷ്മ ശരീരം ധ്യാനാത്മകമായ ഒരു ഭാവത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് ഒരു പക്ഷേ വേറൊരു സ്ഥൂല ശരീരത്തിൻ്റെ സ്വീകാര്യം ഒഴിവാക്കിക്കൊണ്ട് പരമമായ ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഇത് നമ്മുടെ ചെറിയൊരു ഓർമ്മയിൽ ഭാഗവത്തിൽ വേറെങ്ങും പറയാത്തൊരു ഭാഗമാണ്. അതുകൊണ്ട് ഗോപികമാർ ഉറപ്പിച്ച് പറഞ്ഞു ധ്യാനേന യാമഹ. ഈ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പറയുന്ന മരണം എന്ന് പറയുന്നത് തന്നെ ഈ സെപ്പറേഷനാണല്ലോ, ഡിവോഴ്സ് എന്ന് പറയുന്നത്. സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ തമ്മിലുള്ള വേർപാടാണ് ശരിക്ക് നമ്മൾ പറയുന്ന മരണം എന്ന് പറയുന്ന അവസ്ഥ തന്നെ എന്നറിയാം. ഒരു ഇന്നവിറ്റബിലിറ്റിയാണ് അതിൻ്റെ അകത്ത് കാണേണ്ടത് എന്നറിയാം. എപ്പോഴായാലും ഇത് വേർപെട്ടേ മതിയാകുള്ളൂ. പക്ഷേ ഈ വേർപെടുന്നതിന് മുമ്പായിട്ട് മനുഷ്യജന്മം കൊണ്ട് സാധിക്കാവുന്ന ഇതാണ് സൂക്ഷ്മ ശരീരത്തിൽ നല്ല സംസ്കാരത്തെ ഉണ്ടാക്കി വെക്കാൻ സാധിക്കും. അത് എപ്പോഴാണ് ഈ സ്ഥൂല ശരീരം വീഴുന്നതെന്ന് അറിയില്ല അല്ലേ. അടുത്ത കാലത്ത് വന്നൊരു നല്ല പാട്ടുണ്ടല്ലോ, കർമ്മമെല്ലാം ഒടുങ്ങിയൻ ദേഹം ഈ മണ്ണിൽ വീഴുന്ന നേരത്ത് മാധവ അല്ലേ. അപ്പോൾ എപ്പോഴാണ് ദേഹം ഒടുങ്ങുന്നത്? കർമ്മങ്ങൾ ഒടുങ്ങും. പ്രാരബ്ധ, അവിടെ കർമ്മം എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഉപസർഗവും കൂടെ ചേർക്കണം. പ്രാരബ്ധ കർമ്മം തീരുമ്പോൾ. ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്ക് പെർപെൻഡിക്കുലറായിട്ട് പോകുന്നതൊക്കെ ഹൊറിസോണ്ടലാകും. എന്തുകൊണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ എർത്ത് വിൽ ആക്ട്. എന്നാൽ പിന്നെ അതുവരെ എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല? കർമ്മത്തിൻ്റെ വേഗത. ഇപ്പം നമ്മളൊരു സാധനം എടുത്ത് എറിഞ്ഞാൽ അത് എത്ര ദൂരം പോകും?
എറിഞ്ഞ ആളിൻ്റെ ആ ഊക്ക് ബലവും പോകുന്ന സാധനത്തിൻ്റെ വെയിറ്റ് ഇതിനനുസരിച്ച് പോകും. അത് കഴിഞ്ഞാലോ അപ്പോഴാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച്. ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ ദേഹവും ഇതെല്ലാം പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ പോകാൻ കാരണം പ്രാരബ്ധ കർമ്മ വേഗമാണ്. ഇത് പ്യുവർ ഫിസിക്സ് ആണെന്നർത്ഥം. പ്രാരബ്ധ കർമ്മ വേഗത്തിൻ്റെ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കും. എപ്പോൾ മറിച്ചാകുന്നുവോ അപ്പോൾ പെർപെൻഡിക്കുലർ ഹൊറിസോണ്ടലാകും. പക്ഷെ മനുഷ്യജന്മം കൊണ്ട് സാധിക്കാവുന്നത്, നേരത്തെ പറഞ്ഞില്ലേ, വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് സാധിക്കാവുന്നത് ഇതിന് മുമ്പായിട്ട് സൂക്ഷ്മ ശരീരത്തിൽ നല്ല സമ്പാദ്യം ഉണ്ടാക്കി വെക്കാം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ മനസ്സും ബുദ്ധി അന്ധകരണം. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നചസ്. അന്ധകരണത്തിൻ്റെ 4 ഭാഗങ്ങളെയാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന് സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നല്ല സംസ്കാരം ഉണ്ടാക്കി വെക്കാം. ഇതേതായാലും വീഴും എന്ന് ഉറപ്പുള്ള ഒരു സംഗതിയാണ്. ജീവിതത്തിൽ ഉറപ്പുള്ള, വെറുതെ പറയുന്നവർ പോലും പറയുന്ന വാക്കാണല്ലേ. ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള സംഗതി എന്താ? ഇറ്റ് വിൽ ഹാപ്പൻ വൺ ഫൈൻ മോർണിംഗ്. പറയുന്നത് കേട്ടാൽ ഫൈൻ മോർണിംഗേ ഉള്ളൂ, പിന്നില്ല. എങ്കിലും പറയുന്നത് നമ്മളെപ്പോഴും വൺ ഫൈൻ മോർണിംഗ് എന്നല്ലേ പറയുള്ളൂ. അപ്പം സൂചിപ്പിച്ചത് ഇത് കൺവിൻസ്ഡ് ആകണം. എന്ത്? ദിസ് സെപ്പറേഷൻ ഹാസ് ടു ടേക്ക് പ്ലേസ് വൺ ഫൈൻ മോർണിംഗ്. അതെപ്പോഴെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല. ഒരാൾ, നമുക്ക് പരിചയമുള്ള ഒരു കേസാണ്. അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ജ്യേഷ്ഠൻ്റെ മരണാനന്തര ചടങ്ങൊക്കെ നടത്തി കുറച്ച് ദിവസം ഇവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് പോയി അമേരിക്കയിൽ ചെന്ന് പിറ്റേ ദിവസം അദ്ദേഹം അവിടെ ചെന്ന് മരിച്ചു. വല്ല കാര്യമുണ്ട്? ഇതിവിടെ വെച്ചായിക്കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്നൊന്നും ആർക്കും പറയാം. കഴിയുമ്പോൾ പറയാം കഴിഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിൻ്റെ ഇന്നെവിറ്റബിലിറ്റി നമ്മൾ നന്നായിട്ട് ബോധ്യപ്പെടണം. ദിസ് വിൽ ഹാപ്പൻ വൺ ഡേ. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികൾക്കും ഒരുപോലെ ബാധകമായ നിയമം. ഭഗവാൻ 125 വർഷം ശ്രീകൃഷ്ണ ശരീരത്തിലിരുന്ന് ലീലയാടി. പക്ഷെ അവിടെ ദേവന്മാരാണ് വന്ന് ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നത്. എന്ത്? അല്ല, ഇത് പെർപെൻഡിക്കുലർ ആകേണ്ട, കഴിഞ്ഞ് ഇനി ഹൊറിസോണ്ടൽ ആകേണ്ട സമയം ഭാഗവത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, നമുക്കറിയാൻ പറയും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അവതാരം സ്വീകരിച്ചിരിക്കുന്ന പോലും ശരീരം സ്വീകരിച്ചിട്ടുണ്ടോ ആ ശരീരം വഴി. അപ്പോൾ വിശേഷ ബുദ്ധിയുള്ള, പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്ന വാക്കാണ്. ഹ്യൂമൻ ബീയിങ്സ് വിത്ത് ഡിസ്ക്രിമിനേറ്റീവ് ഇൻ്റലക്റ്റ് ചെയ്യാവുന്നത് എന്താണ്? ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സൂക്ഷ്മ ശരീരത്തെ ധന്യമാക്കാൻ ശ്രമിക്കണം. നമ്മൾ സ്ഥൂല ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ധന്യമാക്കാൻ ശ്രമിക്കുന്നത്. ഭഗവത്ഗീതയിലൊക്കെ നല്ല തമാശയായിട്ട് ജ്ഞാനപ്പാനയിലൊക്കെ സൂചിപ്പിക്കും. എണ്ണി എണ്ണി കുറയുന്ന ആയുസ്സും ഇതുപോരാ ആ ശത്രുവിനെ നിഗ്രഹിക്കും, ഈ ശത്രുവിനെ നിഗ്രഹിക്കും, കോന്യോസ്തി സദൃശ. ഇങ്ങനെ നമ്മുടെ സ്ഥൂലദേഹാഭിമാനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ മാത്രം വിപുലീകരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ പോഷകാഹാരം കഴിക്കുക എന്ന് വേണ്ടെന്നല്ല, പക്ഷേ അത് മാത്രമാകും നമ്മുടെ. അതുകൊണ്ട് എന്ത് വരുന്നു? സൂക്ഷ്മ ശരീരത്തെ നമ്മൾ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നു. ഇത് തമ്മിൽ നോക്കിയാൽ ശ്രേഷ്ഠമായിട്ടുള്ള സൂക്ഷ്മ ശരീരമാണെന്ന് തിരിച്ചറിയണം. ഉറപ്പിക്കേണ്ട കാര്യം ഇതേ സൂക്ഷ്മ ശരീരമാണ് പോയിട്ട് അടുത്ത സ്ഥൂല ശരീരത്തെ സ്വീകരിക്കുന്നതെന്ന് ഉറപ്പിക്കണം. അപ്പം ജനനത്തിനും മരണത്തിനും നല്ലൊരു നിർവചനം കൊടുക്കണം. എന്ത്? സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ വേർപെടുന്നത് മരണം, സൂക്ഷ്മ ശരീരം പോയിട്ട് വേറൊരു സ്ഥൂല ശരീരം സ്വീകരിക്കുന്നത് ജനനം. ഇതറിഞ്ഞാലുള്ള ഗുണം എന്താ? ഗോപികമാരി പറഞ്ഞിടത്തുനിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയട്ടെ. എന്ത്? ധ്യാനേന യാമഹ. വിരഹതാപത്തിൽ ഞങ്ങളുടെ സ്ഥൂല ശരീരം ദഹിച്ചു പോകട്ടെ, സൂക്ഷ്മ ശരീരം കൊണ്ട് ഞങ്ങൾ ധ്യാനമാർഗത്തിൽ കൂടി ഭഗവാനെ ധ്യാനിച്ച്, രുക്മിണിയുടെ സന്ദേശത്തിൽ ഇത് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അല്ലേ? ലോകം കണ്ട ആദ്യത്തെ പ്രേമലേഖനമാണല്ലോ
രുക്മിണി ദേവിയുടെ എന്താ രുക്മിണി പറഞ്ഞത്? ഭഗവാൻ എന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലേ 100 ജന്മങ്ങൾ ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് കാത്തിരിക്കും. എന്തുകൊണ്ട്? ഓരോ തവണ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഭഗവത് ചിന്തയോടുകൂടി മാത്രം ദേഹം ഉപേക്ഷിക്കുന്നു. ഭഗവത്ഗീത ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. അവസാനത്തെ ചിന്ത ഏതോ അതിനനുസരിച്ചിരിക്കും അടുത്ത ജന്മം. ഏ യഥാമാം പ്രപദ്യന്തേ താൻ തഥൈ അന്ധകാലേജ മാമേവ സ്മരൻ. ലാസ്റ്റ് തോട്ട്. അതാണ് ഭരതൻ്റെ കഥയിൽ കൂടി ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്ന കഥ. ചതുർത്ഥ സ്കന്ധത്തിൽ, പഞ്ചമസ്കന്ധത്തിൽ മാൻകുട്ടിയെ സ്മരിച്ച് അടുത്ത ജന്മം. അപ്പോൾ ഗോപികമാർ ഉറപ്പായിട്ട് പറഞ്ഞു, രുക്മിണിയുടെ കഥയിൽ നമ്മൾ കണ്ടു അതാണ്, ഭഗവാനെ സ്മരിച്ച് ഇതാണ് നമുക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശം. എന്താ സന്ദേശം? സ്ഥൂല ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മനുഷ്യജന്മത്തെ നമുക്കിതിന് ഉപയോഗിക്കാൻ കഴിയണം. സൂക്ഷ്മ ശരീരത്തിൽ നല്ല സംസ്കാരം ഉണ്ടാകും. അപ്പോൾ ഗോപികമാരുടെ ആ ഒരു പ്രാർത്ഥന നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ പ്രാകൃത പുരുഷന്മാരിൽ നിന്ന് കിട്ടുന്ന രതിസുഖമോ ആ ഒരു സുഖമോ അല്ല ഞങ്ങൾ ആഗ്രഹിക്കും. അത് ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും. അത് ഞങ്ങൾക്ക് ഇനിയും. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള സംയോഗം ഉദ്ദേശിച്ചത് ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം. സ്പഷ്ടമായിട്ട് അവിടെ സൂചിപ്പിക്കും. എന്നിട്ട് അവിടെ ഇനിയും ഏകാദശത്തിൽ പറയാൻ പോകുന്ന പിങ്കളയുടെ കഥ ഒരു സൂചന കൊടുക്കുന്നുണ്ട് എന്നർത്ഥം. ഭാഗവത്തിൽ ഇങ്ങനെയുള്ള ഈ ക്രോസ് ഇത് വളരെ കുറവേ കാണാറുള്ളൂ. അങ്ങനെ ഒന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം 24 ഗുരുക്കന്മാരുടെ കഥയിൽ ഒരാളാണ് പിങ്കള എന്ന വേശ്യ. കസ്റ്റമേഴ്സിനെയൊക്കെ കാത്തിരുന്നു, പാതിരാവരെ കഴിഞ്ഞിട്ടും ആരെയും വന്നില്ല. അപ്പോഴാണ് ഇവർക്കൊരു തിരിച്ചറിവുണ്ടായത്. എന്ത്? സന്തം സമീപേ രമണം രതിപ്രദം. എൻ്റെ ഉള്ളിലൊരു രമണനില്ലേ, രമണൻ രമിപ്പിക്കുന്നവൻ എന്നർത്ഥം. ആ ഭഗവാൻ ഉള്ളിലുള്ളപ്പോൾ ഞാൻ എന്തിന് വേറൊരു രമണനെ കാത്തിരിക്കണം? ഈ ഒരു തിരിച്ചറിവ് വന്നതോടുകൂടി ഭാഗത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രസ്വാപ എന്നാണ്. സുഖമായിട്ടവർ അത് കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. കൂട്ടത്തിൽ നമ്മളോടെല്ലാം ഒരു പാഠവും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത്? ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. അതിവിടെ സൂചന ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഇവിടെ പറയാൻ കാര്യം എന്നർത്ഥം. അതുകൊണ്ട് എന്ത് വേണം? ഈ എല്ലാ ഇതിനും കാരണം ഈ ആശയാണ്. അതുകൊണ്ട് ആശാഹി പരമം ദുഃഖം. എന്തുകൊണ്ട്? നേരത്തെ നമ്മൾ കണ്ടു കർമ്മത്തിൻ്റെ ഗതി. അജ്ഞാനം കൊണ്ട് ദേഹബോധം, ദേഹബോധം കൊണ്ട് അപൂർണതാബോധം, അപൂർണതാബോധത്തിൽ നിന്ന് ആഗ്രഹം, ആഗ്രഹപ്രേരിതമായിട്ട് കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും ജന്മം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സീക്വൻസ് വരുന്നത് എന്നർത്ഥം. അപ്പം നമുക്ക് എവിടെയാണ് ശ്രദ്ധിക്കാവുന്നത്? നേരത്തെ പറഞ്ഞ കർമ്മങ്ങളെല്ലാം സമർപ്പണമായിട്ട് ചെയ്തു കഴിയുമ്പോൾ അവിടെ പിന്നെ ഞാൻ എൻ്റെ ഭാവം വരുന്നില്ല. അങ്ങനെ അന്ധകരണശുദ്ധി വരും, കർമ്മത്തിൽ നിന്ന് ഉയരാം. ഈ ചിത്തശുദ്ധിയാണ് ജ്ഞാനത്തിനും ഭക്തിക്കും സഹായിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ഇതിൽ അവർ പറഞ്ഞു, ത്വൽസുന്ദരസ്മിത നിരീക്ഷണ തീവ്ര കാമ തപ്താത്മനാം പുരുഷഭൂഷണ ദേഹി ദാസ്യം. അല്ലയോ ഭഗവാനെ, ഞങ്ങൾക്ക് ദാസ്യഭക്തി തന്ന് അനുഗ്രഹിക്കണേ. ദാസ്യകളായിട്ട് ഞങ്ങളെ നടക്കാൻ. എന്താ ദാസ്യമായുള്ള ഗുണം? ഇത് പ്രഹ്ലാദൻ്റെ നവവിധ ഭക്തിയിൽ സപ്തമസ്കന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ന്. പിടിച്ച് പ്രഹ്ലാദനെ മടിയിലൊക്കെ ഇരുത്തിക്കൊണ്ട് ഹിരണ്യകശിപു ചോദിച്ചു, പഠിച്ച നല്ല കാര്യമല്ലോ ഒക്കെ ഒന്ന് പറയൂ കുട്ടാ, കേൾക്കട്ടെ. നന്നായിട്ട് കേൾപ്പിച്ചു കൊടുത്തു. എന്ത്? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേശം. ദാസ്യ നവവിധ ഭക്തിയെ അല്ലേ? അപ്പം ദാസ്യഭാവത്തിലെത്തിയാൽ പിന്നെന്താ ഗുണം? ദാസ്യം കഴിഞ്ഞാൽ സഖ്യമായി, സഖ്യം കഴിഞ്ഞാൽ
ആത്മനിവേദനമാണ്. അവസാനത്തെ 3 ഘട്ടമാണ് സൂചിപ്പിച്ചത്. ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇത് തന്നെ ശബരി ദേവിയോട് സൂചിപ്പിക്കുന്നിടത്ത് ഭഗവാൻ സൂചിപ്പിക്കുന്നു. ഈ ഒരു ദാസ്യഭാവം വരണം. അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം. ദേഹി ദാസ്യം എന്ന് തന്നെയാണ് ഒരു 38-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ചത് എന്നർത്ഥം. പുരുഷഭൂഷണ ദേഹിദാസ്യം. പുരുഷഭൂഷണൻ എന്നാണ് അവിടെ ഭഗവാനെ വിശേഷിപ്പിച്ചതെന്ന് ശ്രദ്ധിക്കാം. അടുത്ത ശ്ലോകത്തിലും ഈ ദാസ്യഭക്തി തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ദത്താദയം ച ഭുജദണ്ഡയുഗം വിലോക്യ വക്ഷശ്രിയൈകരമണം ച ഭവാമ ദാസ്യ. ദാസ്യഭക്തി അല്ലേ? ഹനുമാൻ സ്വാമിയാണ് ദാസ്യഭക്തിക്ക് ഉദാഹരണമായിട്ട് പലപ്പോഴും സൂചിപ്പിക്കുക. അതുകൊണ്ട് സുഗ്രീവൻ്റെ ദാസഭാവത്തിൽ നന്നായിട്ട് സുഗ്രീവനെ സേവിച്ചു. 4 അമാത്യന്മാരുമായിട്ട് വന്ന് ഋഷിമുഖാതലത്തിൽ കയറിയിരുന്നില്ലേ? അവിടുന്ന് സുഗ്രീവനെ ശ്രീരാമനുമായിട്ട് കണക്ട് ചെയ്ത ആരാ? അല്ലേ? പോയി നോക്ക്. സുഗ്രീവൻ ഇങ്ങനെ എപ്പോഴും പേടിച്ചിരിക്കുന്ന ജീവഭാവത്തെയാണ് അവിടെ സുഗ്രീവനിൽ കൂടി സൂചിപ്പിക്കുന്നത്. അവിവേകങ്ങളെയാണ് സുഗ്രീവൻ ബാലിഭാവങ്ങളിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് വിവേകത്തോട് കൂടിയ ഭാവമാണ്. രണ്ടും ചാബല്യമുള്ള കുരങ്ങ് ഭാവം സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ചാബല്യമുള്ള മനസ്സിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അവിടെ കുറച്ച് സദ്വികാരങ്ങൾ ഉണ്ട്. അതാണ് ഹനുമാൻ സ്വാമിയിൽ കൂടി സൂചിപ്പിച്ചത്. ഹനുമാൻ സ്വാമിയാണ് പോയി വടുവേഷത്തിൽ പോയിട്ട് ശ്രീരാമനെ സ്വീകരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് അല്ല, ശ്രീരാമന് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ് ഹനുമാൻ സ്വാമി. അടുക്കി വെച്ചിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റൊക്കെ ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതിന് പ്രത്യേകതയുണ്ട്. സാക്ഷാൽ ശ്രീരാമൻ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എന്ത്? ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു. ലക്ഷ്മണനോടാണ്ടാണ് പറയുന്നത്. എത്ര ഗ്രമേറിയൻ എന്നൊരു വാക്കുണ്ട്. ഗ്രാമർ പഠിച്ച ആളിനെ വിശേഷിപ്പിക്കുന്നതാണ് ഗ്രമേറിയൻ. അവിടുന്നാണ് തൂക്കിയെടുത്ത് കയറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമാശന് പറയാം. ഓട്ടോറിക്ഷ ഒന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. 2 പേര് എന്താ നമുക്കിവിടെ കിട്ടിയ ഭാഗം എന്താ? ദാസ്യഭക്തിയുടെ ഭാവത്തിലേക്ക് വന്ന ഹനുമാൻ സ്വാമി തൻ്റെ മാസ്റ്ററായിട്ട് സുഗ്രീവനെ ഭംഗിയായിട്ട് സേവിച്ചതിൻ്റെ ഫലമായിട്ട് സുഗ്രീവൻ നിമിത്തമായി ശ്രീരാമനിലെത്തി. അപ്പോൾ സുഗ്രീവനോടുള്ള ആ സേവഭാവത്തിന് ഒരു കോട്ടവും വരാതെ ശ്രീരാമസേവ ചെയ്യാൻ കഴിയും. ദാസ്യഭക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളിങ്ങനെ ചേർത്ത് വെച്ച് ചിന്തിക്കാൻ കഴിയട്ടെ. പിന്നെ മുഴുവൻ ശ്രീരാമ ദൂതനായിട്ടാണ് കാണുന്നത്. ഒന്നുമില്ല എല്ലാം പിന്നെ ശ്രീരാമൻ. ഇതാണ് ദാസ്യഭക്തിയുടെ പ്രത്യേകത. അത് ഗോപികമാർ വീണ്ടും ചോദിച്ച് വാങ്ങിക്കുന്നു എന്നർത്ഥം. പിന്നെ ജാരഭാവം ഭഗവാനുമായിട്ട് ചേരുന്നിടത്ത് പിന്നെ എവിടെയാണ് ഈ ജാരഭാവം ഒക്കെ ഉണ്ടാവുക എന്നർത്ഥം. അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്ന് സൂചിപ്പിക്കുന്നു. അതിന് പിന്നെ ശ്രീ സുബ്രഹ്മണ്യയുടെ വാക്കുകളിൽ കൂടിയാണ് നമ്മൾ കാണുന്നത് എന്നർത്ഥം. അപ്പോൾ അവരോട് പറഞ്ഞു, ശരി. അങ്ങനെ ഭഗവാനുമായിട്ട് അവർ ചേർന്നു. ഭഗവാനുമായിട്ട് ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന പ്രശ്നം അവിടെ നേരത്തെയുള്ള ദേഹാഭിമാനം ശ്രദ്ധിക്കൂ. എന്തുകൊണ്ട്? തങ്ങളുടെ സൗന്ദര്യവും തങ്ങളുടെ ശരീരഭംഗിയൊക്കെ കണ്ട് ആകൃഷ്ടനായിട്ടാണ് ഭഗവാൻ നമ്മോട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. എപ്പോൾ ഈ ഒരു ഭാവം
ഗോപികമാരുടെ ഉള്ളിലുണ്ടായോ. അതിനെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിലാണ്. താസാം തത് സൗഭഗമതം വീക്ഷ്യ മാനം ച കേശവഃ പ്രശമായ പ്രസാദായ തത്രൈവാന്തരധീയത. ഗംഭീര പ്രയോഗമാണ് എന്നർത്ഥം. സൗഭഗമതം വീക്ഷ്യ, സൗഭഗമതം സൗന്ദര്യത്തിൽ നിന്നുണ്ടായ അഹങ്കാരം. തങ്ങളോടുള്ള വിധേയത്വത്തെ അവർ ഈ രീതിയിൽ മനസ്സിലാക്കും. ഭഗവാന്റെ കാരുണ്യമായിട്ട് മനസ്സിലാക്കാൻ ഭക്തിയുടെ പല ഭാവങ്ങൾ വരുന്നിടത്ത് പതിയിരിക്കുന്ന ചില സൂക്ഷ്മഭാവങ്ങളെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നർത്ഥം. അത് മനസ്സിലായതോടുകൂടി അമാനം എന്നുള്ള വാക്കും അവിടെ ഉദ്ദേശിച്ചു. മാനം എന്ന് പറഞ്ഞാൽ അവിടെ അസ്ഥാനത്തുള്ള അഭിമാന ഗർവ്. കാരണം ഇതൊക്കെയാണ് അപകടം. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ സൂചിപ്പിക്കും, മാ കുരു ധന ജന യൗവന ഗർവം. ഗർവം ഇതൊക്കെ ധന ജന യൗവന, എന്താ അപകടം? ഹരതി നിമേഷാത് കാലഹ സർവം. നിമിഷം കൊണ്ട് ഒരു സുനാമി, അല്ല സുനാമി വരെ പോകണ്ട, ഒരു വെള്ളപ്പൊക്കം. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലേ വയനാട് ദുരന്തവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അടുത്തിരുന്നവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അപ്പം സുനാമി വരെയൊന്നും പോകണ്ട, ഇപ്പം തന്നെ അടുത്ത്. അപ്പം ഹരതി നിമേഷാത് കാലഹ എന്ന് ആചാര്യസ്വാമികൾ 1500 കൊല്ലം മുമ്പ് പറഞ്ഞതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടില്ലേ. അതുകൊണ്ടാണ് പറഞ്ഞ മാ കുരു എന്ത് ധന ജന യൗവന ഗർവം. ധനം ജനം യൗവനം ഇതൊക്കെയാണല്ലോ മതിപ്പിക്കുന്ന സാധനങ്ങൾ. അതിൻ്റെ പേരിൽ അഭിമാനിക്കാതിരിക്കും. എന്തുകൊണ്ട്? കാലം ഒരു അര നിമിഷം കൊണ്ട് ഇതൊക്കെ പറയാം. ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നിടത്ത് ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. 2-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. 9-ാമത്തെ അധ്യായത്തിൽ എന്താ ഇങ്ങനെയൊക്കെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഭീഷ്മർ തന്നെ ഉത്തരവും കണ്ടുപിടിച്ചു. എന്ത്? സർവം കാലകൃതം. കാരണം ഈ ലീലകൾ മുഴുവൻ നടക്കുന്നത് കാലദേശങ്ങൾക്കുള്ളിലാണ്. അപ്പം എന്തായാലും ഇവിടെ നമ്മൾ കണ്ടത് എപ്പോഴാണോ അവർക്ക് ഈ സൗഭഗ മതം, ഇത് വേറെങ്ങും അധികം കാണാത്തൊരു വാക്കാണിത്, സൗഭഗ മതം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? തത്ര ഇവ അന്തരധീയത, അന്തരധീയത അന്തർധാനം ചെയ്തു. എവിടെ? അവിടെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതേ ഗോപികമാരുടെ ഉള്ളിൽ ആത്മസ്വരൂപനായിട്ട് ഭഗവാൻ അന്തർധാനം ചെയ്തു. അല്ലെങ്കിൽ ഈ തത്ര ഏവ അന്തരധീയത എന്നുള്ള വാക്കൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം വരുന്നത്. ഹിരണ്യകശിപു ഭഗവാനെ അന്വേഷിച്ച് നടന്നപ്പോഴത്തെ കഥ അവർ സൂചിപ്പിക്കും. ട്രെയിനിൽ പോയൊരു കഥയും ഇതുപോലെ പണ്ട് സൂചിപ്പിക്കാറുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കള്ളൻ തൊട്ടടുത്ത് ഒരു യാത്രക്കാർ, ഇവർ 2 പേരിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുക. അപ്പോൾ ഇതേ ഒരാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഇത് പൈസയൊക്കെ എണ്ണി നോക്കും. അപ്പോൾ മറ്റേയാളിങ്ങനെ നല്ല പഠിച്ച കള്ളനാണ്. ഇയാൾ ബാത്റൂമിലോ പോകാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുന്ന സമയം നോക്കി ഇയാൾ പേഴ്സ് തപ്പോടെ ആളുടെ ബെഡിലൊക്കെ പോയി നോക്കും. അവസാനം യാത്ര തീരാനായ സമയത്ത് ഈ കള്ളൻ മറ്റേ കള്ളനല്ലാത്ത യാത്രക്കാരനോട് ചോദിച്ചു, നമ്മൾ സുല്ലിടുക എന്ന് പറയല്ലേ, ഞാൻ പഠിച്ച കള്ളനാണ്, പക്ഷെ ഞാൻ ആവുന്നത് ശ്രമിച്ചു നിങ്ങളുടെ പേഴ്സ് മോഷ്ടിക്കാൻ. ഒരുപാട് പൈസയൊക്കെ കാണുകയും ചെയ്തു. ഞാൻ ആവുന്ന ശ്രമിച്ചു. എവിടെയാണ് നിങ്ങളിത് ഒളിച്ചു വെച്ചിരുന്നത്? അത് നിങ്ങളുടെ ബെഡിൻ്റെ അടിയിലാണ്. അവിടെ നോക്കില്ല എന്ന് ഉറപ്പുണ്ട്. അപ്പം ഈ ബാത്റൂമിലോട്ട് പോകുന്ന സമയത്ത് അയാളുടെ ബെഡിൻ്റെ അവിടോട്ട് പേഴ്സ് വെച്ചിട്ട് പോകും. തത്രൈവ അന്തരധീയ. ഹിരണ്യകശിപിൻ്റെ കഥയിൽ ഇതുപോലെ സൂചിപ്പിക്കുന്നത്. അന്വേഷിച്ച് പറവയൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല. ഇത് ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കില്ല.
അപ്പം തത്ര ഏവ അന്തരധീയത എന്നുള്ള അവസാനത്തെ ആ ശ്ലോകത്തിലെ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഭഗവാൻ ആ അധ്യായം അവിടെയാണ് 29ാമത്തെ അധ്യായം. അതായത് രാസലീലയുടെ പ്രാഥമിക ഭാവം 5 അധ്യായങ്ങളിലെ 1ാമത്തെ അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. അതിവിടെ സമർപ്പിക്കുന്നു. അടുത്ത ഇനിയും 30 മുതലുള്ള അധ്യായങ്ങൾ അടുത്തതിൽ നോക്കാം.